നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇപ്പോൾ കഷ്ടകാലമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ മുതൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം തകർന്ന് ഒരു സാധു സ്ത്രീ മരിച്ചതുവരെ വീണ ജോർജ് തൊട്ടതെല്ലാം പുലിവാല ആവുകയാണ്, അല്ലെങ്കിൽ നടക്കുന്ന ഇടങ്ങേറുകളെല്ലാം പാവം അവരുടെ തലയിലാവുകയാണ്. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഉണ്ടായി. വീണ ജോർജും അവരുടെ ആദരണീയനായ ഭർത്താവും കൂടി ദുബായ് സന്ദർശനം കഴിഞ്ഞ് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ പരിശോധിക്കാൻ, സാധാരണഗതിയിൽ എയർപോർട്ടിലെത്തുന്ന ആളുകളെ പരിശോധിച്ച് പുറത്തേക്ക് വിടുകയുള്ളൂ. അങ്ങനെ സ്കാനറിൽ പരിശോധിക്കാൻ മന്ത്രിയെ ആനയിച്ചപ്പോൾ മന്ത്രിക്ക് ദേഷ്യം വന്നത്രേ. താനങ്ങനെ പരിശോധനയ്ക്ക് നിന്നു കൊടുക്കുന്നയാളല്ലെന്നും തന്നെ മനസ്സിലായില്ലേ എന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പരിശോധനയെ തടയാൻ മന്ത്രി ശ്രമിച്ചു എന്നാണ് കസ്റ്റംസ് പറയുന്നത്. മന്ത്രിയെ കസ്റ്റംസുകാർക്ക് മനസ്സിലായില്ല. കാരണം ബീഹാറിൽ നിന്നുള്ളൊരു വനിതാ ഉദ്യോഗസ്ഥയായിരുന്നത്രേ അവിടെ നിന്നിരുന്നത്. അവർക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ ജോർജിനെ കണ്ടിട്ടും മനസ്സിലായില്ല. ഇത്ര ഫേമസ് ആയ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഇത്രയ്ക്ക് ജാടയുണ്ടോ നിൽക്കുന്നുള്ള ചോദ്യമാണ് അത്രേ വീണ ജോർജ് അവിടെ ഉയർത്തിയത്. ഏതായാലും കസ്റ്റംസിലെ ആ ബീഹാർകാരി അതൊന്നും മൈൻഡ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. മന്ത്രിയെ സ്കാനറിൽ കൊണ്ടുപോയി പരിശോധിച്ചു. മന്ത്രിയുടെ ബാഗും പരിശോധിച്ചു. എന്നാൽ പരിശോധിച്ച ബാഗ് അവിടെ മന്ത്രി ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞത്രേ, ഈ ബാഗ് നിങ്ങൾ എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് തരും. എന്നാൽ ഓഫീസിൽ കൊണ്ടുവന്ന് തരാനൊന്നും കസ്റ്റംസ് തയ്യാറായില്ല. അവസാനം മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരാൾ വന്നെത്തി ബാഗ് കൊണ്ടുപോകേണ്ടി വന്നത്രേ. ഏതായാലും നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പടവാളിളക്കി പൊട്ടിത്തെറിച്ച് അട്ടഹസിച്ചുകൊണ്ടാണ് വീണ ജോർജ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയത് അത്രേ. എന്തിനാണ് ഈ അട്ടഹാസം? ഒന്നുമല്ല, മന്ത്രിയെ എന്ന് അവർക്ക് മനസ്സിലാകാതെ മന്ത്രിയുടെ ബാഗും മന്ത്രിയെയും പരിശോധിക്കാൻ അവിടെ നിന്ന കസ്റ്റംസിലെ ഉദ്യോഗസ്ഥർ തയ്യാറായി. ഇതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. കേരളത്തിലെ ഇത്രയും പ്രശസ്തയായ മന്ത്രിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യമാണ്, ഒരുപക്ഷെ ന്യായമായ ചോദ്യമാണ് മന്ത്രി ഉയർത്തിയത്. പ്രശ്നങ്ങൾ രൂക്ഷമായി ഏതോ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ, മലയാളിയായിരിക്കണം, അദ്ദേഹം ആ വഴി വന്നപ്പോഴാണ് ഇത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. ഏതായാലും നിങ്ങളെയൊക്കെ എടുത്തോളാം എന്ന് ഭീഷണിപ്പെടുത്തിയാണ് അത്രേ വീണ ജോർജ് പോയതെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വീണ ജോർജിന്റെ ബാഗ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ആൾ സ്വീകരിച്ച് കൈപ്പറ്റി തിരിച്ചുപോയി. മന്ത്രി കസ്റ്റംസിനെതിരെ തിരിഞ്ഞ് അവർക്കെതിരെ പരാതി കൊടുക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഇതുവരെ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം നടന്ന സംഭവങ്ങളെല്ലാം തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് യഥാസമയം അറിയിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടത് കസ്റ്റംസിന്റെ ഉത്തരവാദിത്തമാണ്. അത് ആരായാലും നടത്തിയേ പറ്റൂ. അതുകൊണ്ട് കൃത്യമായ പരിശോധനകൾ, നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന പ്രവർത്തികൾ ചെയ്തതുകൊണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ആരെയും ഭയക്കേണ്ട കാര്യമില്ല, മുന്നോട്ട് പോയിക്കൊള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് അത്രയും മുകളിൽ നിന്നും കസ്റ്റംസിന് ലഭിച്ചത്. ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് അല്പം ഒരു നാണക്കേട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പാവം തൊട്ടതെല്ലാം പുലിവാലാവുകയാണ്, പിടിച്ചതെല്ലാം പുലിവാലാകുകയാണ്. കാരണം അനാവശ്യമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ മന്ത്രിയുടെ പരിചയക്കുറവായിരിക്കണം, ഇത്തരം കാര്യങ്ങളിൽ അറിയാതെ അവർ ചാടുകയും ധാരാളം ചീത്തപ്പേര് കേൾക്കുകയും ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ മന്ത്രി ആദ്യം ഹാരിസിനെ പിന്തുണയ്ക്കുകയും പിന്നീട് അദ്ദേഹത്തിനെതിരെ തിരികുകയും ചെയ്തു. കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ ആ കെട്ടിടത്തിനടിയിൽ ആളുകളെ ഇല്ല എന്ന് ഉറപ്പിച്ച് മന്ത്രി അവിടെ വെച്ച് പറഞ്ഞു. എന്നാൽ തെരഞ്ഞു നോക്കിയപ്പോൾ പാവം ഹതമാക്കിയ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി. അങ്ങനെ അവരുടെ പരിചയക്കുറവാണെന്നാണ് CPM നേതാക്കൾ വളരെ രഹസ്യമായി പറയുന്നത്. ഇത്തരം അബദ്ധങ്ങളിൽ അവർ ചാടാറുണ്ട്. ഏതായാലും മന്ത്രിയും ആദരണീയനായ അവരുടെ ഭർത്താവും ദുബായിലെ ഒരു സ്വകാര്യ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതും അവരുടെ ഒരു പരിചയക്കുറവ് തന്നെയാണെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. ഏതായാലും ആ പരിചയക്കുറവ് അവർക്കൊരു നാണക്കേട് അവിടെ ഉണ്ടാക്കി എന്നുള്ള കാര്യം സത്യമാണ്.